സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണാൻ വന്നവർക്ക് കൂടുതലും കാണാൻ പറ്റിയത് ഇബ്രാഹിം ഖുറേഷിയാണ്. അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റവും പറയാനില്ല. വളരെ ഇൻ്റർനാഷണൽ രീതിയിലുള്ള മേക്കിംഗ് അതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായാലും ക്യാമറ ആയാലും ലെൻസ് ആയാലും ക്യാമറയെക്കുറിച്ച് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഓരോ ചെറിയ പ്രോപ്പർട്ടീസ് പോലും പൃഥ്വിരാജ് വളരെ മെറ്റിക്കുലസ് ആയിട്ട് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അത്തരം ഒരു നല്ലൊരു കലാസൃഷ്ടിയായിട്ട് നമ്മൾ ആ സിനിമയെ കണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. ആരും ഇവിടെ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ പോയി ലൂസിഫർ കാണും അല്ലെങ്കിൽ എമ്പുരാൻ കാണുമെന്നാരും നിർബന്ധിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. നല്ല സിനിമയാണെങ്കിൽ അംഗീകരിക്കുക. അല്ല അതൊരു കലാരൂപത്തെ 17 വെട്ടുക എന്ന് പറഞ്ഞാൽ സിനിമ തീർന്നു. കാരണം അതിൻ്റെ അകത്ത് അത്രയും ഡ്യൂറേഷൻ ഏകദേശം 3 മണിക്കൂറോളമുള്ള സിനിമയാണത്. ആ സിനിമയിൽ 17 കട്ടിങ് എന്ന് പറഞ്ഞാൽ ആ സിനിമ നശിച്ചു. കാരണം ആദ്യത്തെ കുറേ ഭാഗമൊക്കെ പോകുന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കലാസൃഷ്ടിയോട് ചെയ്യുന്ന ഏറ്റവും നീചമായ കാര്യമാണ്. അതിപ്പോൾ ഏത് പാർട്ടിയായാലും, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയായാലും കേരളം ഭരിക്കുന്നതായാലും കേന്ദ്രം ഭരിക്കുന്നതായാലും ആര് ഇതിനെതിരെ വന്നാലും ഒരു സിനിമയായിട്ട് കണ്ട് അവർ അത് കാണും. പിന്നെ സിനിമ മാർക്കറ്റ് ചെയ്യാനും അതിനെ ബ്രാൻഡ് ചെയ്യാനും അതിനെ മുകളിലേക്ക് എടുത്തുകൊണ്ട് വരാൻ ഒരു സിനിമ ഒരു പക്ഷേ ഈ താഴെ പോവുകയാണ്. അതിനെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം പ്രൊഡ്യൂസറിൻ്റെതും ഡയറക്ടറിൻ്റെതും അതിൽ അഭിനയിച്ച ആക്ടേഴ്സിൻ്റെ ഒക്കെ ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്യും. പിന്നെ അതിൻ്റെ റൈറ്ററിൻ്റെ ഉത്തരവാദിത്തം അതെല്ലാവരും കൂടെ ചേർന്നിട്ട് വളരെ ഗംഭീരമായിട്ട് നമ്മളെ ഒരു മലയാളത്തിൽ വന്ന ഇത്രയും വേൾഡ് ക്ലാസ് മൂവി എന്നുള്ള രീതിയിൽ ഞാനതിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.